എന്റെ ആത്മീയ സാന്ത്വനമേ, വഴിതെറ്റി അലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. അമ്മേ ആശ്രയമേ, എന്റെ ആത്മീയ സാന്ത്വനമേ, വഴിതെറ്റി അലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ ചക്കിട്ടപ്പാറ ഇടവകയിലാണ് താമസിക്കുന്നത്. ചെറുപ്പം മുതൽ പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അമ്മയിലുള്ള വിശ്വാസവും ആശ്രയബോധവും എനിക്കുണ്ടായത് മാതാവിനോട് അത്യധികം ഭക്തിയുള്ള എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ അടയ്ക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറിയവരാണ് എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നു. വളരെയധികം കാട് പിടിച്ച ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് താമസിക്കാൻ വന്നപ്പോൾ ദൈവാശ്രയബോധമൊന്ന് മാത്രമായിരുന്നു മാതാപിതാക്കളുടെ കൈമുതൽ. അതുകൊണ്ട് തന്നെ എന്നും ജപമാല ചൊല്ലുന്ന സമ്പ്രദായം വീട്ടിലുണ്ടായിരുന്നു. ജപമാല ചൊല്ലുന്നത് വളരെ ഭക്തിയോടെ തന്നെയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ പിതാവ്, ജപമാലയുടെ 5ാമത്തെ രഹസ്യവും ലുത്തിനിയായും ചെല്ലുമ്പോൾ മുട്ടിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഓർമ്മ എനിക്ക് ഇന്നുമുണ്ട്. അത് ഞങ്ങളൊക്കെ അനുകരിക്കാൻ തുടങ്ങി. ഞാൻ ഏതായാലും ആ സ്വഭാവം അന്നു മുതൽ ഇന്ന് വരെ പിന്തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ എന്നും ജപമാല ചെല്ലുന്നതിൽ മുടക്കം വരുത്തിയിരുന്നില്ല. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാതാവിൻ്റെ നൊവേന, പണ്ടൊക്കെ മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസം വായിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു മിക്കവാറും എല്ലാ കത്തോലിക്ക ഭവനങ്ങളിലും. എൻ്റെ വീട്ടിലും അത് കൃത്യമായിട്ട് പാലിച്ചു പോന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് നിലത്തെഴുത്ത് കളരിയിൽ പഠിച്ചതായതുകൊണ്ട് 4ാം ക്ലാസ് മുതൽ മലയാളം നന്നായിട്ട് വായിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണ് വീട്ടിൽ എല്ലാ വണക്കമാസവും വായിച്ചിരുന്നത്. മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ പഴയ വണക്കമാസ വായനയാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലെ പുതിയ തരം ചെടികളോ പൂക്കളോ ഒന്നുമില്ല. പക്ഷേ അന്ന് ആ കാട്ടുപ്രദേശത്ത് കിട്ടുന്ന, മെയ് മാസത്തിൽ കിട്ടുന്ന പൂവ് മണിമരുതിൻ്റെ പൂക്കളായിരുന്നു. ഒരു വലിയ മരമാണ്. മെയ് മാസത്തിൽ റോസ് നിറത്തിൽ കൊലയായിട്ട് പൂക്കുന്ന മണിമരുതിൻ പൂവ് പറിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ രൂപം അലങ്കരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്നും എവിടെയെങ്കിലുമൊക്കെ യാത്രയിൽ ആ മരത്തിൻ്റെ പൂ കാണുമ്പോൾ വണക്കമാസവും മാതാവിൻ്റെ രൂപം അലങ്കരിക്കുന്നതുമൊക്കെയാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇങ്ങനെ മാതാവിൻ്റെ ഭക്തിയിൽ വളരെയധികം ആശ്രയിക്കാൻ, മാതാവിൽ ആശ്രയിച്ച് ജീവിക്കാൻ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കുമൊക്കെ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ജീവിതകാലത്തൊക്കെ എന്ത് കാര്യത്തിനും മാതാവിനെ വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കമ്മൽ വീണുപോയി. വഴിയിൽ വീണ കമ്മൽ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, ഒരു കമ്മലൊക്കെ വീണുപോയാൽ അത് വാങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ട് വളരെ ക്ലേശിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വളരെ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയും. പിന്നെ ഇത് വീണ്ടും ഒന്ന് വാങ്ങിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് വളരെ വിഷമമായിരുന്നു. അമ്മയോട് വളരെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ, എൻ്റെ കമ്മൽ നഷ്ടപ്പെട്ടു, അതൊന്ന് കണ്ടുപിടിച്ച് തരണേ എന്ന് അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ കിടന്ന കമ്മൽ കിട്ടി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ന് അതിനെക്കുറിച്ച് അത്ര ബോധ്യമില്ലായിരുന്നെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, മാതാവ് എത്ര വലിയ കരുണയാണ് ഓരോ ചെറിയ കാര്യത്തിലും എന്നോട് കാണിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അറിയാതെ ഹൃദയം നിറഞ്ഞു പോകുന്നു.
എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട് അമ്മ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. അമ്മയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കൂടി എൻ്റെ ജീവിതം നീണ്ടു കിട്ടിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഞങ്ങൾ നടക്കുന്ന വഴി വലിയൊരു പുഴ ഇറങ്ങിക്കടന്ന് വേണം വീട്ടിലേക്ക് പോകാൻ. ഈ പുഴ കടക്കാതെ പാലം കയറി പോകണമെങ്കിൽ, കമ്പിപ്പാലം കയറി പോകണമെങ്കിൽ കുറേ അധികം താഴോട്ട് നടക്കണം. ആ നടപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഒരുവിധം വെള്ളം കുറയുന്നുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഈ പുഴ ഇറങ്ങിക്കടന്നങ്ങ് പോകും. ഇപ്പോൾ തുലാമഴ പെയ്യുന്ന ഒരു സമയത്ത് ഇതുപോലെ ഞങ്ങൾ 4-5 പെൺകുട്ടികൾ, അന്ന് ബാഗൊന്നുമില്ല, പുസ്തകത്തിൽ ഒരു ഇലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ആ പുസ്തകക്കെട്ട് കയ്യിൽ പിടിച്ച്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, 12-13 വയസ്സ് കൂടുതലില്ല ആർക്കും. അപ്പോൾ എല്ലാവരും ഈ പുസ്തകക്കെട്ടിന് മുകളിൽ പാവാടയൊക്കെ എടുത്ത് മടക്കി വെച്ച് പെറ്റിക്കോട്ടും ബ്ലൗസും മാത്രം ഇട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. വെള്ളത്തിലിറങ്ങി അവിടെ കുറേ വീതിയുള്ള സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ആഴം കുറവായതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി കിടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കൊട്ടിയൂർ നിന്നും ഒഴുകി പോകുന്ന ബാവേലിപ്പുഴയാണ്. ബാവേലിപ്പുഴയുടെ ഈ ഭാഗത്തെ വീതി കൂടിയ സ്ഥലത്തുകൂടെ ഞങ്ങൾ കടന്ന് പോവുകയാണ്. മധ്യഭാഗത്ത് പോലും എത്തിയില്ല, അതിനു മുമ്പ് മലവെള്ളം വരാൻ തുടങ്ങി. അവിടെയൊക്കെ തുലാമഴ പെയ്യുമ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ നല്ല വെയിലാണെങ്കിലും അറിയാതെ മുകളിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അങ്ങനെ വെള്ളം വന്നു, അറിഞ്ഞില്ല, വെള്ളം കലങ്ങി പോവുകയാണ്. നല്ല പാലൊഴിച്ച ചായയുടെ കളറിൽ വെള്ളം വരുന്നു. അടിയിലെ കല്ലോ ചവിട്ടുന്ന സ്ഥലം എവിടെയാണെന്നൊന്നും തിരിച്ചറിയാൻ മേലാത്തതുപോലെ വെള്ളം. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ താഴേക്ക് ചെല്ലുകയാണെങ്കിൽ പാറയിൽ നിന്ന് വെള്ളം എടുത്തു ചാടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ചെന്ന് വീണാൽ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ശക്തി കൂടി വന്നപ്പോൾ ഞങ്ങൾ നിത്യസഹായ മാതാവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുഴ കടക്കുകയാണ്. അത്ഭുതകരമായിട്ട് കുറേ അധികം ദൂരം നടന്നു പോകാനുണ്ടെങ്കിലും കുറച്ച് സമയം കൊണ്ട് ഈ മലവെള്ളപ്പാച്ചിലിൽ അത്ഭുതകരമായിട്ട് മാതാവ് ഞങ്ങളെ എടുത്ത് അക്കരെ എത്തിച്ചെന്ന് പറയാം. അന്നൊന്നും ഇത് വീട്ടിൽ പോലും പറഞ്ഞില്ല. കാരണം ഈ മഴക്കാലത്ത് പാലം കയറുന്നതിന് പകരം കുറച്ച് നടപ്പ് ലാഭിക്കാൻ വേണ്ടി പുഴ ഇറങ്ങി കിടന്നാൽ വഴക്ക് പറയും. അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. എങ്കിലും പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇതേപ്പറ്റി ഓർത്ത് നന്ദിയോടെ മാതാവിനെ ഓർക്കാറുണ്ട്, മാതാവിന് സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം മാതാവിൻ്റെ ആ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഏകദേശം അരനൂറ്റാണ്ടിനിപ്പുറം വീണ്ടും ആയുസ് കൂട്ടിത്തന്നത് നിത്യസഹായ മാതാവിൻ്റെ അത്ഭുതം കൊണ്ടാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഈ കൊച്ചു കുട്ടികൾ, 12-13 വയസ്സുള്ള കുട്ടികൾ ഈ മലവെള്ളത്തിൽ ഞങ്ങൾ പുഴയ്ക്കക്കരെ എത്തില്ല. അപ്പോൾ ആ അത്ഭുതം കൊണ്ട് തന്നെ മാതാവിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാല്യകാലത്തിന് ശേഷം പിന്നീട് വിദ്യാഭ്യാസ കാലത്തൊക്കെ മാതാവിൻ്റെ സഹായം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം നേടാനും ജോലി ലഭിക്കാനും ഒക്കെ ഇടയായത്. ഞങ്ങളുടെ നാട്ടിൽ അന്ന് തൊട്ടടുത്ത് 5ാം ക്ലാസ് മുതലുള്ള സ്കൂളില്ല, UP സ്കൂളില്ല. അപ്പോൾ അടയ്ക്കാത്തോട്ടിൽ നിന്ന് മഞ്ഞളാമ്പറം വരെ അന്ന് വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈലുകളോളം നടന്ന്, മണിക്കൂറുകൾ നടന്നാണ്, വളരെ രാവിലെ പോകണം. നടന്നു പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ പല കൂട്ടുകാരും പഠനമൊക്കെ ഉപേക്ഷിച്ചു. ഞങ്ങൾ വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് 4ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയത്. ഈ പഠനത്തിനിടയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുഴ ഇറങ്ങിക്കിടക്കലും ഉരുൾ പൊട്ടി പാലമൊക്കെ പോയ അവസ്ഥയിൽ വെള്ളം കര കവിഞ്ഞൊഴുകുമ്പോഴും എപ്പോഴും മാതാവിനെ വിളിച്ചുകൊണ്ട് തന്നെ പോകുന്നത് കൊണ്ട് അമ്മ എവിടെയും കൂട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ
മാതാവ് വഴി നടത്തിയത് കൊണ്ട് മാത്രമാണ് SLC കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പോയി 3 വർഷം കോളേജ് വിദ്യാഭ്യാസം നേടാനും അതിനുശേഷം പിന്നീട് തിരിച്ചു വന്ന് 21ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ പഠിച്ച അതേ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തത് 2 പെൺകുട്ടികൾ, ഇളയത് മകൻ. മൂത്ത മകൾ SSLC കഴിഞ്ഞ് പുറത്തേക്ക് കോളേജ് പഠനത്തിനായിട്ട് പോയപ്പോഴാണ് സത്യത്തിൽ ഞാൻ ജപമാല കൂടുതൽ ഭക്തിയോടെ ചൊല്ലാൻ തുടങ്ങിയത്. അതുവരെ കുറച്ചൊക്കെ ഒരു അശ്രദ്ധമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന കാലയളവ് ഉണ്ടായിരുന്നെന്ന് പറയാം. എന്നാൽ മകൾ വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞപ്പോൾ മകൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ജപമാലയുടെ മുഴുവൻ സമയവും മുട്ടിൽ നിൽക്കാൻ തുടങ്ങി. അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ പോലെ മാതാവിൻ്റെ സ്റ്റാച്യു ഒന്നുമില്ല, ഒരു കലണ്ടർ ചിത്രമാണുള്ളത്. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലുള്ള ഈ കലണ്ടർ ചിത്രത്തിലേക്ക് നോക്കി, ചിത്രത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ മാതാവിനോട് മൗനമായിട്ട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്: എൻ്റെ അമ്മേ, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും അവരെ ആത്മശരീര വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ എന്ന്. ഉറക്കെ പറയാറില്ലെങ്കിലും ജപമാലയിൽ ചെല്ലുമ്പോൾ ഈ നിയോഗം അമ്മയുടെ കണ്ണുകളിൽ നോക്കി മൗനമായിട്ട് പറയുമ്പോൾ അമ്മ അക്ഷരാർത്ഥത്തിൽ അത് സ്വീകരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിനോട് പറഞ്ഞ ഏറ്റവും വലുതായ കാര്യവും അതുതന്നെയാണ്, മക്കളുടെ ജീവിത വിശുദ്ധി. ഞാൻ എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുന്നത് മക്കളുടെ ജീവിത വിശുദ്ധിയും കുടുംബത്തിൻ്റെ സമാധാനവുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് അത് രണ്ടും കണക്കാക്കിയത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നു, അല്ലെങ്കിൽ ഈശോ നടത്തി തന്നു എന്ന് പറയാം. പ്രീ ഡിഗ്രി പഠനകാലത്ത് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ പഠിച്ചു. അതിനുശേഷം ഡിഗ്രി പഠനത്തിനായിട്ട് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അവളെ ചേർത്തു. ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്ന കാലത്ത് സിസ്റ്റേഴ്സായിട്ട് ഉടുപ്പിട്ടവർ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഏതാനും സിസ്റ്റർമാർ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. SHകാരുടെ ഹോസ്റ്റലിലുമാണ് നിന്നത്. അവിടെ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സിന് ഇവളെ വളരെ കാര്യമായിട്ട് തോന്നി. അവർ ദൈവവിളിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദൈവവിളിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ മഠത്തിൽ പോകാമെന്നുള്ള ആഗ്രഹം ജനിച്ചു. അതിനു മുമ്പ് ഒരിക്കലും മഠത്തിൽ പോകുന്ന കാര്യം അവൾ പറഞ്ഞിട്ടേയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മാതാവ് അവളെ ആ വഴിക്ക് തിരിച്ചു കൊണ്ടുപോയതാണ്. ആ സിസ്റ്റർമാരുടെ കൂടെ നിന്ന് 2ാം വർഷമായപ്പോഴേക്കും, അന്ന് ഫോണില്ല, കത്തെഴുതുമ്പോഴെഴുതിയിരുന്നു, എനിക്ക് ദൈവവിളിയെക്കുറിച്ച് സിസ്റ്റർമാർ പറഞ്ഞു തന്നു, ഞാൻ മഠത്തിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം, 1 വർഷം കൂടെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മറുപടി എഴുതിയെങ്കിലും 3ാം വർഷമായപ്പോഴേക്ക് മകൾ തീരുമാനിച്ചു, ഞാൻ കോൺവെൻറ്റിൽ ചേരുകയാണ്. അതും അവിടെയുള്ള കാഞ്ഞിരപ്പള്ളി രൂപതക്കാരായ സിസ്റ്റർമാരായിരുന്നു. അവരുടെ കൂടെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആദ്യം മഠത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ പോയാൽ മതി എന്നൊരു തോന്നലുണ്ടായി. പക്ഷേ അവളത് ഉറപ്പിച്ചതുകൊണ്ട് ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോഴേക്കും 20 വയസ്സായ മകൾക്ക് സ്വന്തം കാര്യം തീരുമാനിക്കാറായല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ സന്തോഷപൂർവ്വം അവളെ പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച മാത്രം വീട്ടിൽ വന്നു നിന്നു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്തുള്ള പ്രൊവിൻഷ്യൽ ഹൗസിൽ കൊണ്ടുവന്നാക്കി. ഈ ജീവിതയാത്രയിലൊക്കെ മകൾക്ക് തുണയായത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. മാത്രമല്ല, നമ്മൾ മക്കളുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. എനിക്ക് 3 മക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2ാമത്തേതും മകളാണ്, 3ാമത് മകൻ. 2ാമത്തെ മകളും മകനും, ഒരാൾ 4 വർഷവും ഒരാൾ 3 വർഷവും അന്യസംസ്ഥാനത്ത് പോയി പഠിച്ചവരാണ്. കർണാടകയിലെ മംഗലാപുരത്ത് ഒരാൾ BSc നഴ്സിങ്ങിന് പഠിച്ചു, ഒരാൾ സെൻറ്റ് അലോഷ്യസ് കോളേജ് മംഗലാപുരത്ത് ഡിഗ്രിക്ക് ജേർണലിസം പഠിച്ചു. ഈ 2 മക്കളും 7 വർഷം അന്യസംസ്ഥാനത്ത് പോയി പഠിച്ചെങ്കിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ പരിശുദ്ധ അമ്മ കാത്തു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കർണാടകയിലൊക്കെ പഠിച്ച എൻ്റെ മക്കളുടെ കൂടെ പഠിച്ച പല കുട്ടികൾക്കും പലപ്പോഴും പകർച്ചവ്യാധികൾ, മഞ്ഞപ്പിത്തം,
ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ രോഗങ്ങളൊക്കെ വേനൽക്കാലത്തൊക്കെ ഉണ്ടാകാറുണ്ട്. പകർച്ചവ്യാധികളുടെ സമയമാകുമ്പോഴേക്ക് ഹോസ്റ്റലുകളിൽ ഇങ്ങനെ രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട്. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഈ 7 വർഷം 2 മക്കൾ അവിടെ പഠിച്ചെങ്കിലും അവർക്ക് ഒന്നും സംഭവിച്ചില്ല. വല്ലപ്പോഴും വല്ല ചെറിയ പനിയോ ഒക്കെ വരുന്നതല്ലാതെ പകർച്ചവ്യാധികൾ പിടിപെടാതെ. ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല, അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അമ്മ അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവരും യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ അവരുടെ പഠനം അന്യസംസ്ഥാനത്ത് നിന്ന് പൂർത്തിയാക്കി. അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇപ്പോൾ റാഗിങ് മുതൽ രോഗം, അപകടം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്ത് വിഷമിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അമ്മ സംരക്ഷിക്കും. പക്ഷേ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി അവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ രണ്ടാമത്തെ മകൾ BSc നേഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹിയിൽ ജോലിക്കായിട്ട് പോയി. ആദ്യമായിട്ട് പോയപ്പോൾ ഏതാനും കൂട്ടുകാരും ഇവിടെ നിന്ന് ടൂറിനായിട്ട് പോയ പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പോയി. 1 മാസം കഴിഞ്ഞ് അവൾക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അതായത് പാസ്പോർട്ട് ശരിയായി. അപ്പോൾ പാസ്പോർട്ട് അവനവൻ തന്നെ വാങ്ങണമെന്ന് നിയമമുള്ളതുകൊണ്ട് അവൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു തനിച്ച്. അപ്പോൾ ആദ്യമായിട്ട് തനിച്ച് യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ ഒരു ദിവസം പോയാൽ 2 രാത്രിയും 2 പകലും, 3-ാമത്തെ ദിവസമേ യാത്ര അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആദ്യമായിട്ട് തനിച്ച് യാത്ര ചെയ്യുന്ന ദിവസം എൻ്റെ മകൾ എന്നെ വിളിച്ച് ഇന്ന ദിവസം പോരുമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിഷമം തോന്നി. അവൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ മകൾ 2 രാത്രിയും 2 പകലും തനിച്ച് യാത്ര ചെയ്യുകയാണ്. അമ്മ അവളെ സംരക്ഷിക്കണം. അമ്മയുടെ കാപ്പ കൊണ്ട് പൊതിഞ്ഞ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3-ാം ദിവസം ട്രെയിന് കോഴിക്കോട് വന്നിറങ്ങി. പുഴത്തോട് ബസ്സിൽ കയറി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ വന്ന് മകൾ ഇറങ്ങി. വന്ന പാടെ ഞാൻ ചോദിച്ചു, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഡൽഹിയിൽ നിന്ന് മുതൽ കോഴിക്കോട് വരെ ഒരു ആൻറ്റി കൂട്ടുണ്ടായിരുന്നു. ആ ആൻറ്റി അവിടെ 27 കൊല്ലമായി നേഴ്സായിട്ട് ജോലി നോക്കുന്നു. നേഴ്സിംഗ് സൂപ്രണ്ടാണ്. അവർക്ക് അമ്മയ്ക്ക് സുഖമില്ലാതെ പെട്ടെന്ന് പോരേണ്ടി വന്നതുകൊണ്ട് അവർ പോരുകയാണ്. മകൾ കോഴിക്കോട് ഇറങ്ങുമ്പോഴും അവർ ട്രെയിനിലുണ്ട്. കാരണം അവർക്ക് എറണാകുളത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ ആൻറ്റി എൻ്റെ കൂടെ വന്ന് കൂട്ടു നിൽക്കും. യാതൊരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയാണ്. എങ്കിലും അവളുടെ കൂടെ ടോയ്ലറ്റിൽ പോകാൻ പോലും കൂട്ടുനിന്ന ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ ആ ചേച്ചിയുടെ വേഷത്തിൽ നിനക്ക് കൂട്ടിനായിട്ട് വന്നതാണ്. ഞാൻ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഏതവസ്ഥയിലും പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ നമുക്കായിട്ട് കരങ്ങൾ നീട്ടി നമ്മെ ആലിംഗനം ചെയ്യും. അതുപോലെ അമ്മയുടെ കാപ്പയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ അമ്മ സൂക്ഷിക്കും. പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ യാതൊരു ബുദ്ധിമുട്ടുകളും, ഏതെല്ലാം അപകടങ്ങളുണ്ടായാലും നമുക്കൊന്നും സംഭവിക്കാതെ തന്നെ അമ്മ നമ്മളെ കാത്തു പരിപാലിക്കും. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ശാലോമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശാലോമിൽ നിന്ന് മാതാവിൻ്റെ സംരക്ഷണ പ്രാർത്ഥന അടിച്ച് വിതരണം ചെയ്തിരുന്നു. ഞങ്ങൾ ചെമ്പനോടയിൽ താമസിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഇടവകയിലും ആ പ്രാർത്ഥന ലഭിച്ചു. അന്ന് അത് ലഭിച്ചപ്പോൾ മുതൽ മാതാവിൻ്റെ ആ സംരക്ഷണ പ്രാർത്ഥന, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന യാത്രകളിലും അതുപോലെ ഇടിയും പെരുങ്കാറ്റും മഴയും ഒക്കെ ശക്തമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത്ഭുതകരമായിട്ട് അവ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ യാത്രയിൽ നമ്മൾ എവിടെ പോയാലും ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാതാവിൻ്റെ വലിയ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഭർത്താവും മകനും വാഹനവുമായിട്ട് പുറത്തേക്ക് പോയാൽ ആ പ്രാർത്ഥന കാണാതെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അത് മനസ്സിൽ ചെല്ലും. മാതാവ് അവരെ
അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അനുഭവമാണ് എപ്പോഴും ഉണ്ടാവുക. ഏത് ദൂരയാത്രയിലായാലും യാത്ര ചെയ്യുന്ന മക്കളെയും വാഹനത്തെയും ഒക്കെ സമർപ്പിച്ച് ഈ സംരക്ഷണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ മാതാവ് വാഹന അപകടങ്ങളിൽ നിന്നും ഇടിയും മിന്നലിൽ നിന്നും അതുപോലെ കള്ളന്മാർ, അക്രമികൾ മുതലായവരിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കാനായിട്ട് ആ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത്. അതുപോലെ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു എൻ്റെ ഭവനത്തിലെത്തിയത് ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ എന്താണ് ഗിഫ്റ്റ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ ഒരു രൂപം വാങ്ങി തന്നാൽ മതി. അത് ഞാൻ എൻ്റെ ഭർത്താവിനോടും ചോദിച്ചു. അങ്ങനെ നേരത്തെ അനുവാദം വാങ്ങി വെച്ചിരുന്നു. അവരെനിക്ക് ഒരു സ്റ്റാച്യു വാങ്ങി തന്നു. അത് വെഞ്ചരിച്ച് വീട്ടിൽ വെച്ചു. മാതാവിൻ്റെ ആ രൂപം വെച്ചതിൽ പിന്നെ വലിയ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാറില്ല. അത് തന്നെയല്ല, എവിടെ പോയാലും മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അതുപോലെ മറ്റുള്ളവരെന്തെങ്കിലും പ്രാർത്ഥനാ സഹായമൊക്കെ യാചിക്കുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അമ്മ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും മകളോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ ഞാനൊരു പൂ പറിച്ച് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് ആ കുഞ്ഞാണ് അല്ലെങ്കിൽ ആ രോഗിയാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ അത്ഭുതകരമായിട്ട് വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ പലരെയും വിടുവിച്ചതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വിശുദ്ധനാട് സന്ദർശനത്തിന് 2012 ജനുവരിയിൽ ശാലോം കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ കൂടെ പോകാനിടയായി. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്രയൊന്നും മെച്ചപ്പെട്ട അവസ്ഥയിലല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറച്ച് ലോണും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ പോകണമെന്നൊന്നും വിചാരിച്ചില്ല. പള്ളിയിൽ നിന്നൊക്കെ ടൂർ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പേരൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരിക്കൽ ടി വിയിൽ ജോർദാൻ നദിയൊക്കെ കാണിച്ചു. അപ്പോൾ ജോർദാൻ നദി ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയുടെ സ്റ്റാച്യുവിൻ്റെ മുന്നിലോട്ട് മാറി നിന്ന്, എൻ്റെ അമ്മേ, എനിക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് മാത്രം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 2 ദിവസത്തിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, വിശുദ്ധ നാട്ടിൽ പോകണമെങ്കിൽ നീ പേര് കൊടുത്തു പൊയ്ക്കോ എന്ന്. അവിടെ മാതാവ് ഭയങ്കരമായിട്ട് ഇടപെട്ടതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ വിശുദ്ധ നാട്ടിൽ തീർത്ഥാടനത്തിനിടെ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഈ സംഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. മക്കൾ 2 പേര് വിവാഹിതരായി. 2 പേരുടെയും വിവാഹ കാര്യത്തിലൊക്കെ പ്രാർത്ഥിച്ച് അമ്മ ഇടപെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മകൻ്റെ വിവാഹം 3 വർഷത്തോളം വിവാഹാലോചനകൾ വന്ന് ഒന്നും ശരിയായില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലേക്ക് മാറി നിന്ന് അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ ഒരു മകളെ ഞാൻ നിനക്ക് മരുമകളായിട്ട് തന്നു. ഇനി നിൻ്റെ ഒരു മകളെ എനിക്ക് മരുമകളായിട്ട് തരണേ എന്ന് പറഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ വിവാഹം നടക്കുകയും ചെയ്തു. നല്ലൊരു മകളെ തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടിയ പല അനുഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ എൻ്റെ മകൾ സിസ്റ്റർ കാഞ്ഞിരപ്പള്ളിയിലുള്ള അവരുടെ മഠത്തിലെ കോൺവെൻറ്റിൻ്റെ കിച്ചണിൽ സഹായിക്കുന്ന ഒരു മകൾ, അവളുടെ സഹോദരൻ ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗം പിടിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകൾ അവിടെ ഉള്ളതുകൊണ്ട് അവൾ പെരുവണ്ണാമൂഴിയിലാണെന്നും ശാലോമിൻ്റെ അടുത്താണെന്നും ഒക്കെ അറിയാം. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ആ മകൾ എൻ്റെ അശ്വതിയോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ആങ്ങള വളരെ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നത്. കരൾ രോഗം ബാധിച്ച് കിടക്കുകയാണ്. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സിസ്റ്ററിൻ്റെ അമ്മയോട് പറയണം, ശാലോമിലൊന്ന് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശാലോമിൽ എഴുതി കൊടുത്തു. പോരാത്തതിന് എൻ്റെ വീട്ടിലെ മാതാവിൻ്റെ മുന്നിൽ മാതാവിൻ്റെ കയ്യിൽ ഒരു പൂവും പറിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ,
ആ മകളുടെ സഹോദരനെ അമ്മ സുഖപ്പെടുത്തണം, അമ്മ ഈ കാര്യത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കാറില്ലെങ്കിലും ആ മകനെ സമർപ്പിച്ച് അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതാനും നാളുകൾക്കുള്ളിൽ അത്രയും ഗുരുതരമായിരുന്ന അവസ്ഥയിൽ നിന്ന് ആ സഹോദരൻ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി. ക്രമേണ ആ രോഗത്തിൽ നിന്ന് മുക്തനായി. നമ്മളെവിടെയെങ്കിലും യാത്ര പോകാനായിട്ടൊന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വാഹനം കിട്ടിയില്ലെങ്കിൽ എത്രയും ദയുള്ള മാതാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് വാഹനം വന്നിരിക്കും. നമുക്ക് സമയത്തിന് പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് സമയത്തിന് എത്തത്തക്ക രീതിയിൽ അമ്മ ഏതെങ്കിലും വാഹനം ക്രമീകരിച്ച് തരും. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും അമ്മയുടെ നമ്മളോടുള്ള കരുതലിൻ്റെ അടയാളമാണ്. ഈശോയുടെ രക്തം കൊണ്ട് കഴുകി അമ്മയുടെ കാപ്പ കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ എപ്പോഴും സംരക്ഷിക്കാൻ അമ്മയുണ്ട് നമ്മുടെ കൂടെ. നമ്മളോടൊപ്പം അമ്മയുണ്ട്. നമ്മുടെ ജോലി വേലകൾ വളരെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുമ്പോൾ അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി, അമ്മ നമുക്ക് കൂട്ടുവരും. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലികൾ എളുപ്പം തീർക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടും. അമ്മ ഈശോയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. അമ്മയെ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ജപമാല ഭക്തിയോടുകൂടി ചെല്ലുന്നവർക്ക് അമ്മ അതിലൂടെ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. ജപമാല ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ഓരോ രഹസ്യം ചെല്ലുമ്പോഴും നമ്മൾ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതെല്ലാം അമ്മ സാധിച്ചു തരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാനിടയാകും. ആശ്രയമേ എൻ്റെ ആത്മീയ സാന്ത്വനമേ, വഴിതെറ്റി അലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. അമ്മേ ആശ്രയ